ചേച്ചി പിന്നടിക്ക്. ഏതിനാണ് പിന്നടിക്കേണ്ടത്? പനിയാണോ? പനിയൊന്നുമല്ല, ഞാൻ ഉറങ്ങി എണീച്ചതാണ്. ഹലോ, കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞു. 2 പിള്ളേരും കൂടി ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല ഫോളോ ചെയ്യാത്തത്. സോറി. കലു, ചേച്ചിക്ക് കൊറോണ ഉണ്ടോ? ആടാ, കൊറോണ ഉണ്ട്. ഞാൻ എന്നിട്ട് ഐസൊലേഷൻ വാർഡിലാണ് ഉള്ളത്. പാട്ട ഉയരാണ്. വിഷ്ണുട്ടാ, പിന്നല്ല ഹബീബൻ കുറെ പെരേര കുണ്ടിമോളെ റിപ്ലൈ ചെയ്താ. നീ എന്താടാ നാറി ചോദിച്ചത് ഞാൻ കേട്ടിട്ടില്ലടാ. നാറി പെരേര നാറി, ഒന്നും കൂടി ചോദിക്കേ, അപ്പൊ ചേച്ചി റിപ്ലൈ തരാം. ഓക്കെ. നീ എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ എടയാണോ ഇടിയാണോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഈ കുത്തിക്കഴപ്പുണ്ടല്ലോ വീട്ടിൽ നിന്റെ അമ്മേനോട് തീർത്താൽ മതി. ഓക്കെ. ഈ പറഞ്ഞ മലദോരം നിന്റെ അമ്മക്കും ഉണ്ട്. അപ്പൊ മോനുണ്ടല്ലോ, മോനാണെങ്കിൽ പിന്നെ മോളാണെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാം. അല്ല, മോനാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മേന്റെ മലദ്വാരത്തെ കൊണ്ട് കേട്ടടാ. ഓക്കെ. ലവ് യു. ക്രോമെന്റൽ. നക്കുൽ. ഹേറ്റേഴ്സിനെ നമ്മളങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. നമ്മൾ തിരിച്ച് തെറി വിളിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ തെറി വിളിക്കുന്നത്. അപ്പൊ നമ്മളാണ് വിളിച്ച് തകർക്കുക. അശ്വന്ത്, പ്ലീസ് കുടി. എന്ത് കുടി? കള്ളു കുടിക്കാനാണോ? അമാക്ക്, എടാ ഈ എല്ലാവർക്കും ഉമ്മ കൊടുക്കാൻ ഞാനെന്ത് ഉമ്മക്കമ്പിയാ? നമ്മളെ മൈൻഡില്ലപ്പാ, അങ്ങനെയൊന്നും പറയല്ലപ്പാ. ഐ എം എ ബിഗ് ഫാൻ. ചേച്ചിയുടെ ക്യാരക്ടർ പൊളിയ. താങ്ക് യു. സൗണ്ടിന് എന്ത് പറ്റി ചേച്ചി? ഞാൻ ഉറങ്ങി എണീച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അംജി പാട്ടക്കുട്ടി, പ്ലീസ് ലൈക്ക് മൈ പോസ്റ്റ് ചേച്ചി. ലൈക്ക്. അശ്വന്ത് എം, ഒരു ഗാനം പാടുകുട്ടി. എന്റെ ഈ സൗണ്ടും വെച്ച് ഞാൻ ഗാനം പാടിയില്ല, കണ്ടമ്പഴി കൂടും എല്ലാരും. ചേച്ചിയുടെ ഹെയർ എന്ത് കെട്ടാണ്? എന്റെ ലെയർ. ഹലോ. എന്റെ മുത്ത, നീ എവിടെ? ഞാൻ വീട്ടിലാണ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് പിന്നെ ഞാൻ എവിടെ പോവരുത്. ചേച്ചി എനിക്കുന്ന ഹായ് നന്ദു. ക്രോമേട്ടൻ ഫുഡൊക്കെ അടിച്ചു. പോടാ. ഹലോ. ചേച്ചി സണ്ണി ലിയോൺ ഫാനാണോ? അതെ, സണ്ണി ലിയോൺ ഫാനാണ്. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. താങ്ക് യു. അല്ല പിന്നെ ചേച്ചി, കുണ്ടി ചേച്ചി എന്താടാ കുണ്ടി കാണിക്കടാ? ലൈവ് ബാനാവൂടാ. ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കിനേക്കാളും സ്ട്രിക്റ്റ് ആണ് ചേച്ചിക്കുട്ടിയാ. പറയൂ. റഫ്ഷാൻ മുഹമ്മദ്, ഹായ് കുണ്ടിയോളി, എന്താടാ? ചേച്ചി നന്നായോ? ഞാൻ നന്നായിട്ടൊന്നുമില്ല, ഞാനൊക്കെ നന്നാവൂ. ചേച്ചി ഒന്ന് ചിരിക്കുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കാനാ. തീരെ ഇഷ്ടമല്ല കേട്ടോ നിന്നെ. ഇറ്റ്സ് മീ നവാസ്. എനിക്ക് ഇനി അത്ര ഇഷ്ടമല്ല. കണ്ണെടുത്താണ് ഇവിടെ നിന്നെ പേരൊക്കെ നമുക്ക് ഛർദിക്കാൻ വരുന്നു. ഇറ്റ്സ് ജിത്തു കുണ്ടി. ആരാ? നിന്റെ അമ്മേന്റെ ആണോ? മിടുക്കി മോൾ പെൺപിള്ള ഇതുപോലെ വേണം. പിന്നല്ല, ഇറ്റ്സ് ജിത്തു. ചേച്ചിയുടെ കുണ്ടി ഒന്ന് കാണിച്ചു തരുമോ? എടാ, നിനക്കിപ്പോ എന്റെ കുണ്ടി കണ്ടിട്ട് എന്ത് കിട്ടാൻ? എനിക്ക് അത്രക്കും ഏതെങ്കിലും പെമ്പിള്ളറ കുണ്ടി കണ്ടാലേ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അമ്മേനോട് പറ. ഞാനൊരു കുട്ടീനോട് ലൈവിൽ കുണ്ടി കാണിച്ചു തരാൻ പറഞ്ഞ ആ കുട്ടി അമ്മേന്റെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒന്ന് കാണിച്ചു തരുമെന്ന്. അടി. ഡ്രാഗൺ കുഞ്ഞിനെ വേണമെന്നാ? ഓക്കെ. ഉറക്കത്തിലല്ലേലും ആരേലും എടുത്ത് ഉറക്കത്തിൽ ആരേലും അടുത്തുണ്ടായിരുന്നു സോൾ മേക്കർ. നിന്റെ അച്ഛൻ. ഹേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഫോളോ ചെയ്യാത്ത ആരെയും? അതെ അഞ്ജലി, അതെ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു മൈ ഗേൾ. അതിനൊരു റീസൺ നീ കണ്ടുപിടിച്ചില്ലേ? യു ആർ ബ്രേവ്. ചീത്ത വിളിക്കുന്നത് ധന്യ ഇവരെ വെറുതെടാ. സക്കറിയ ഒരു രസല്ലടാ. ഓക്കെ. വളി വിട്ടോ? പ്രണവ് കെ ആലപ്പടമ്പ്. എടാ, ഞാൻ വളി വിട്ടിട്ട് നിനക്ക് എന്താക്കണം? നിനക്ക് എന്ത് കാര്യത്തിലുള്ളത്? വീട്ടിലെല്ലാരും വളിയിടുമ്പോ അത് മണപ്പിക്കലാണ് എന്റെ പണി. ഇപ്പൊ മനസ്സിലായി. അടി. അയ്യോ, ഞാൻ ചേച്ചിയുടെ ഫാനാണ്. നബീൽ, ഞാനുണ്ടല്ലോ
ഈ പിന്നെ പെൺകുട്ടികളെ ബഹുമാനിക്കാൻ അറിയാത്ത കുറച്ച് നാറികളുണ്ട്. അങ്ങനെയുള്ള ടീംസിന്റെ കമന്റ് ആണ് ഞാൻ പിൻ ചെയ്യാറുള്ളത്. അപ്പം നല്ല നല്ല കമന്റ്സ് ഒക്കെ പിൻ ചെയ്താൽ ഇപ്പം നിങ്ങൾ അതിൽ പെടൂലേ, ആ ഒരു കാറ്റഗറിയിൽ പെടൂലേ. ലവ് യു ടു. ചേച്ചിയുടെ ലൈവ് കണ്ട ചേച്ചി മണ്ണ് വെപ്പും. പിന്നല്ല ലവ് യു ടു. ഒരു മിനിറ്റ്. ഓ ഷിറ്റ്. എന്തെടുക്കാൻ? അയ്യോ, കിളി പോയ ട്രോൾ മെസ്സേജ് അയച്ചല്ലോ, ഞാൻ മിണ്ടൂലേടാ. നിന്റെ മെസ്സേജ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണാത്തോണ്ടായിരിക്കും റിപ്ലൈ തരാത്ത. കിളി പോയ ട്രോള മുത്ത, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മമാരെ പറയുമ്പോൾ ഏടാ രതീഷേ, ഏട്ടനാണോന്ന് അറിയില്ല. ഏട്ടനാണെങ്കിൽ ഏട്ടാ രതീഷേ. ഞാനിപ്പം രതീഷ് ഏട്ടൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു, അപ്പം ഞാൻ രതീഷ് ഏട്ടനെ പറഞ്ഞു. അപ്പം രതീഷ് ഏട്ടൻ എന്ത് വിചാരിക്കും? ഞാനിത് ഇറന്ന് വാങ്ങിയതാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതേസമയത്ത് ചേട്ടൻ മാരീഡ് ആണെങ്കിൽ, ഞാൻ മാരീഡ് ആയവരൊക്കെ ഞാൻ ഭാര്യമാരെ പറയും, അല്ലാത്തവരൊക്കെ ഞാൻ അമ്മമാരെ പറയും. ബിക്കോസ് ഞാൻ ഒരു പെൺകുട്ടിയാണ്. അപ്പം ഒരു പെൺകുട്ടിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരമ്മയാണ്. മനസ്സിലായില്ലേ? അപ്പം അത് പഠിപ്പിച്ചു കൊടുക്കാത്ത അമ്മമാരെ നമ്മൾ വിളിച്ചാൽ വലിയ സീനൊന്നുമില്ല. ഓക്കെ. അങ്ങനെ നമ്മൾ അവരെ വീട്ടുകാരെ അച്ഛനെയോ അമ്മേനെയോ വിളിക്കുന്ന സമയത്ത് കേട്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ അച്ഛനും അമ്മക്കും വിളിക്കുന്നത്. ഈ എരന്ന് വാങ്ങുന്നവർക്ക് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഇത് എല്ലാവർക്കും ഉള്ള റിപ്ലൈ ആണ്. അപ്പം എനിക്ക് പേഴ്സണൽ മെസ്സേജ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, തെറി വിളിച്ചവരെ മാത്രം തെറി വിളിച്ചാൽ പോലെ എന്തിനാണ് അവരെ അമ്മേനെയും അച്ഛനെയും ഭാര്യമാരെയൊക്കെ വിളിക്കുന്നത്? അതിന്റെ റീസൺ ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ ആരെങ്കിലും തെറി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തെറി വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് വലിയ എഫക്റ്റ് ഒന്നും ആയി വരില്ല. അതേ സമയത്ത് എന്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ. മീൻസ് നമ്മൾ തെറി വിളിച്ച് കഴിഞ്ഞാൽ, അപ്പം അത്രക്കും തെറി വിളിച്ചാലേ പറ്റൂ. ഒരു പെൺകുട്ടി ഇങ്ങനെ ലൈവിൽ വന്നിരിക്കുന്ന സമയത്ത് വൃത്തിയോട് പറഞ്ഞാലേ പറ്റൂ എന്നുള്ള ടീംസിനോട് അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ വെച്ച് ഉപമിക്കാൻ എനിക്ക് പറ്റൂ. അപ്പം എന്റെ ലൈവിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അമ്മക്കും പെങ്ങക്കും അച്ഛനും വേണമെങ്കിൽ പിന്നെ ചത്തുപോയ അച്ചാച്ചനെ വരെ ഞാൻ വിളിക്കും. അത് കേൾക്കണ്ടെങ്കിൽ മര്യാദക്കൊന്നെങ്കിൽ ലൈവ് കാണാം, അല്ലെങ്കിൽ കാണാണ്ടിരിക്കുക. കോളേജിൽ നിന്ന് ഡ്രസ്സ് മോശമായോണ്ട് നിന്നെ പുറത്താക്കിന്ന് കേട്ടല്ലോ. ആദ്യം ഒരു കോളേജിൽ നിന്ന് നന്ദന. ഏത് കോളേജിൽ നിന്ന്? നന്ദന? എക്സ്ക്യൂസ് മീ, അങ്ങനെ കോളേജിൽ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടരുതെന്നൊന്നുമില്ല കേട്ടാ. ഞാൻ ഇതുവരെ എൻ്റെ ഒരു അറിവിൽ ഞാൻ ഷെഡ്യൂ ബ്രേസറും മാത്രം ഇട്ടിട്ട് ഏത് കോളേജിലും പോയിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പം ആൻഡ് ഐ ഹേറ്റ് റൂമേഴ്സ്. ഓക്കെ. സോ നന്ദനെ പോലത്തെ ഉള്ള ടീംസിന് എനിക്കിഷ്ടമല്ല, ഈ റൂമേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാ. ഓക്കെ. എന്തൊക്കെയാണ് കാണണ്ടേ? കുറെ ആൾക്കാർക്ക് കുണ്ടി കാണണം, കുറെ ആൾക്കാർക്ക് കാല് കാണണം. എന്തത് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് എന്താണ്? എടാ പിന്നെ പുന്നാര മക്കളെ, നിങ്ങളൊക്കെ ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടായതല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ, ടു ബി ഓണസ്റ്റ്, എന്റെ എല്ലാം വീട്ടിൽ എന്റെ ഫാമിലിയിൽ ചെക്കന്മാർക്ക് അല്ലെങ്കിൽ എന്റെ ചേട്ടന്മാർക്കെല്ലാം ഇവിടുന്ന് അമ്മയായാലും എല്ലാരും പറഞ്ഞു കൊടുക്കല് യു ഷുഡ് റെസ്പെക്ട് ഗേൾസ് എന്നാണ്. വായി നോക്കുന്നവര് തെറ്റൊന്നല്ല, പ്രേമിക്കുന്നത് തെറ്റൊന്നല്ല, കോഴിത്തരമില് തെറ്റൊന്നല്ല. പക്ഷെ ഒരു പെൺകുട്ടിയും നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു നോട്ടം കൊണ്ടോ വർത്താനം കൊണ്ടോ ആ പെൺകുട്ടിക്ക് ഒരിക്കലും അൺകംഫർട്ടബിൾ ഫീൽ ആവാൻ പാടില്ല. ബിക്കോസ് നിന്റെ അമ്മയൊരു വുമൺ ആണ്, ഗേൾ എന്നതിനേക്കാളും വുമൺ ആണ്. എനിക്കുള്ള പെങ്ങൾ ഒരു ഗേളാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലും ഗേൾസ് ഉണ്ട്. അപ്പം യു ഷുഡ് റെസ്പെക്ട് ഗേൾസ് എന്നാണ് എൻ്റെ എല്ലാം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എല്ലാ വീട്ടിൽ നിന്നും അങ്ങനെ പറഞ്ഞു കൊടുത്താൽ തീരാവുന്നതേ ഇല്ലു ചെറുനായിന്റെ മക്കളെ കടി. ഓക്കെ. തൂറാൻ മുട്ടുന്നുണ്ടോ? എടാ അപ്പപ്പ തൂറാൻ എനിക്ക് തൂറ്റിലൊന്നുമില്ല. ഞാൻ രാവിലെ 8 രൂപയ്ക്കേ പോയില്ലു, പിന്നെ അപ്പപ്പ തൂറിക്കൊണ്ട് കഴിയുവാ. ഒരു മിനിറ്റ്, ഇനിയിപ്പോ നിന്റത് മതി, ഇനിയിപ്പോ ഇവന്റെ ഇടാം. ഇതെന്തോന്നാണ് ഒരു പെൺകുട്ടിയോട് നേരെ പെരുമാറാൻ പറ്റാത്ത തെണ്ടികൾ. കോൾ മദർ, ഡു നോട്ട് കോൾ മദർ. നീ എത്രാം ക്ലാസ് വരെ പഠിച്ചടാ? മെച്യൂരിറ്റിന്റെ സ്പെല്ലിങ് നോക്കട ചെറ്റേ. ഷെബീറേ, എടാ ഇത് നീ കളി തരുവോ? നിന്റെ വിചാരം, നീയെല്ലാം വിചാരിക്കുന്നെന്ന് നിങ്ങ ഈ കളി തരുവോ? മയിരേ, പൂറി, പിന്നെ മറ്റേ മുല കാണിച്ചു തരുമോ, കുണ്ടി കാണിച്ചു തരുമോ എന്നെല്ലാം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ചൂളി പണ്ടാരടങ്ങി പോകുന്ന? നെവർ. കേട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. നിനക്ക് കളിക്കാൻ മുട്ടി കഴപ്പ് മൂത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ,
ഉമ്മാനെ പോയിട്ട് പണ്ണടാ ചേറ്റേ. ഓക്കെ 3911 ബ്രാ സൈസ് പറ. എടാ ഞാനിപ്പോ എനിക്കിപ്പോ സൈസ് പറഞ്ഞിട്ട് നീ ഇപ്പൊ എനിക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അയക്കാനാണോ മേടിച്ചെന്നിട്ട്? രക്ഷാബന്ധൻ കഴിഞ്ഞു. ഇപ്പം നീക്കിപ്പോ എന്നോട് അനിയത്തിയോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും നീ അത് ചോദിച്ചത്. ചിലപ്പോ രക്ഷാബന്ധന്റെ ആ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നീ എനിക്ക് ബ്രാ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ഞങ്ങളിവിടെ പിൻകോഡ് പിന്നെ റെഡ് സോൺ ആണെടാ. അപ്പൊ നിങ്ങക്ക് ഓൺലൈനിൽ അയച്ചിടാൻ പറ്റില്ല. അത് കഴിയട്ടെ, ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിയട്ടെ. അപ്പം പിന്നെ ഞാൻ നിനക്ക് എന്റെ ബ്രാൻഡ് സൈസ് പറഞ്ഞുതരാം. ഓക്കെ. ഷിഹാബു ഷാ ചെസ്റ്റ് കാണിച്ചു തരുമോ? എടാ ചെസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്ന എങ്ങനെയാണ്? അതൊക്കെ എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടല്ലടാ. അപ്പൊ നീ ഇങ്ങനെ ചെസ്റ്റ് കാണിച്ചു തരുമോ? എനിക്ക് ചെസ്റ്റ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? വീട്ടിൽ ഉമ്മ എങ്ങനെയാണോ രാവിലെ എണീച്ചപാടി ഇങ്ങനെ പൊക്കിയിട്ട് റോട്ടിൽ ഇങ്ങനെ നിൽക്കലാണോ? വരുന്നവരും പോയവരൊക്കെ എന്റെ ചെസ്റ്റ് കാണൂ എന്റെ ചെസ്റ്റ് കാണൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ? നമ്മളിങ്ങോട്ട് അങ്ങനെയല്ല. അതെന്താ നിനക്ക് ഫേക്ക് അക്കൗണ്ടിനോട് ഇത്ര പുച്ഛം? ഫേക്ക് അക്കൗണ്ടിനോട് എന്താ പുച്ഛെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്മാരുമില്ലല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മക്കൾ വരെ സ്വന്തം ഫോട്ടോയോ സ്വന്തം പേരെങ്കിലും ഇടുന്നുണ്ട്. യുവർ 1 നൈറ്റ് റേറ്റ് എത്രയാ? ജാസിൻ ബിൻ ഹമീദ് 1 നൈറ്റിന് റേറ്റ് നിന്റെ ഉമ്മ എത്രയാ വാങ്ങുന്നേ? അപ്പം ഉമ്മ എത്രയാ വാങ്ങുന്നേ ഫസ്റ്റ് പറ കേട്ടോ. ഉമ്മ ഒരു നൈറ്റിന് എത്രയാ വാങ്ങുന്നേ പറ. അപ്പൊ ഞാൻ ചിലപ്പോ അതിനകത്ത് കുറച്ച് കൂട്ടി വാങ്ങും. ഉമ്മ കുറച്ച് ഏജൊക്കെ ആയിരിക്കല്ലോ. നമ്മള് പിന്നെ പൊടി നായിന്റെ മോളെ പോട നായിന്റെ മോനെ. ഹലോ മൈര, നിനക്ക് എടാ മൈര ഗോവിന്ദ എനിക്ക് നാണൂല്ലടാ നീ ചോദ്യം ചോദിക്കുന്ന. എന്റെ ലൈവിൽ നിന്നിട്ട് എന്റെ ലൈവ് കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് നാണമില്ലേടാ. എനിക്ക് സുഖം തരുമോ? നിനക്ക് സുഖം തരലല്ലേ ഇപ്പൊ എന്റെ പണി. തൂറി എടാ രാവിലെ തൂറിനടാ. അപ്പൊ തൂറാൻ കഴിയോ? ഓ ഓ ഓ ഓ മുഖത്ത് പാല് തേക്കുന്നുണ്ടോ? ഇല്ല 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 ഇല്ലല്ലോ. നീ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. ഇല്ലടാ ഇല്ല പറയാട്ടാ. തേക്കുമ്പോ നിന്നോട് ഞാൻ